ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസിനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന റെസിപ്പി ഒരു സിമ്പിൾ പ്ലം കേക്കാണ്. വളരെ എളുപ്പത്തിൽ ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് ചെറുതീയിൽ മെൽറ്റാക്കി എടുക്കുകയാണ്. കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ. ഇപ്രകാരം ഇങ്ങനെ മെൽറ്റാക്കി എടുക്കണം. ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് വേണ്ട നട്ട്സ് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത്ര നട്ട്സ് എടുക്കാം. ഞാനിതിൽ ടൂട്ടി ഫ്രൂട്ടും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിറപ്പ് മാറ്റി വെച്ചതിന് ശേഷം ഒരു ജാറിൽ 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് കറാമ്പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്ക ഇതിലേക്ക് ചേർക്കുക. ആ ഏലക്കയുടെ പുറത്തുള്ള തൊലി കളഞ്ഞ് ഉള്ളിലുള്ളത് മാത്രം എടുത്താൽ മതി. ഇപ്രകാരം പൊടിച്ചതിന് ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക. കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുക. കൂടെ മൈദപ്പൊടിയും സോഡാപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. മൈദ 1 കപ്പാണ് എടുക്കേണ്ടത്. ഈ അരച്ചെടുത്ത പൊടി നേരത്തെ തയ്യാറാക്കിയ കൂട്ടിലേക്ക് ഇടുക. കൂടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ച നട്ട്സ് എന്ത് ചെയ്യുക, നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം. ഇതുപോലെ നേരത്തെ മൈദപ്പൊടിയിൽ ഇട്ട് വെച്ച് കാഷ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം തയ്യാറാക്കേണ്ട ബൗൾ എടുത്തിട്ട് അതിലേക്ക് പേപ്പർ ഒട്ടിച്ച് ഇതുപോലെ എണ്ണ പുരട്ടി വയ്ക്കുക. അതിലേക്ക് ആ കൂട്ട് ഒഴിച്ച് നന്നായി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രൂപത്തിൽ വയ്ക്കുക. ശേഷം കുക്കർ ചൂടാക്കുക. അതിലേക്ക് ഇതുപോലെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് എന്തെങ്കിലും ഇറക്കി വെക്കുക. ആ കൂട്ടിലേക്ക് ഞാൻ കുറച്ച് കാഷ്യും ടൂട്ടി ഫ്രൂട്ടിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് വെക്കുക. കുക്കർ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇറക്കി വെക്കുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 40 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഇത് വെക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും. ഒരു കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കണം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്ലം കേക്ക് വളരെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഭയങ്കര ടേസ്റ്റിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലം കേക്കാണ്. കൂടുതൽ നട്ട്സ് യൂസ് ചെയ്താൽ അത്രയും നന്നായിരിക്കും. ചെറിയൊക്കെ നല്ലോണം യൂസ് ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നാലും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.